സമയത്ത് ഷോർട്ട് ടൈം മാത്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്തായാലും ക്രിസ്മസ് എക്സാമിന് ഷുവർ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കും അല്ലേ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന, ഈ ചാപ്റ്റർ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് എന്താണ്? ഈ ചോദ്യങ്ങൾ, ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ വായിച്ചാൽ മനസ്സിലാവാത്ത ബുദ്ധിമുട്ടാണ്. ചാപ്റ്റർ വളരെ സിമ്പിൾ ആണ്, പക്ഷേ ക്വസ്റ്റ്യൻ വായിച്ച് അതിൽ നിന്നുള്ള ഉത്തരം കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ടാസ്ക് എന്ന് പറയുന്നത്. ഇത് ചെയ്യാനൊരു എളുപ്പവഴിയുണ്ട്. ചോദ്യം നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് വായിക്കണം. ചോദ്യം വായിക്കുന്നതിന് കൂട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് വട്ടമിട്ട് വെക്കുക. ഇവിടെ നോക്കുക, ഒരു സംഖ്യയോട്, ഏതോ ഒരു സംഖ്യയോട് അതിൻ്റെ 2 മടങ്ങും 4 മടങ്ങും കൂട്ടിയാൽ കിട്ടുന്നത് ആ സംഖ്യയുടെ എത്ര മടങ്ങാണ്? ഇതാണ് ചോദ്യം. ഒന്നുകൂടെ നോക്കാം. ഇഫ് എ നമ്പർ നമുക്കറിയില്ല, ഈസ് ആഡഡ് ടു ഇറ്റ്സ് 2 times and 4 times. നിങ്ങൾക്ക് ആ നമ്പർ ഏതാണെന്ന് അറിയോ? ഇല്ല. നമുക്കറിയാത്തൊരു സാധനത്തിന് നമുക്ക് എന്തെന്ന് കൊടുക്കാം? എക്സ് എന്ന് കൊടുക്കാം. എനിക്ക് നമ്പർ അറിയില്ല, ലെറ്റ് ഇറ്റ് ബി എക്സ്. ഈ എക്സിനോട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ 2 മടങ്ങ് 2 times എന്ന് പറഞ്ഞാൽ 2x അല്ലേ? ഒരു സാധനത്തിന്റെ 2 മടങ്ങ് അല്ലെങ്കിൽ ഇരട്ടി 2 times എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ചെയ്യലാണ്. അതേപോലെ ആ നമ്പറിന്റെ 4 മടങ്ങ് 4 times എന്ന് പറയുമ്പോൾ എന്താണ്? 4x ആണ്. അപ്പോൾ ഒരു സംഖ്യയോട് അതിന്റെ 2 മടങ്ങും 4 മടങ്ങും കൂട്ടിയാൽ എന്ന് പറഞ്ഞാൽ ഇവരെ തമ്മിൽ ആഡ് ചെയ്യുക. ഇനി ഇവരൊന്ന് ആഡ് ചെയ്ത് നോക്കി. ഇവിടെ ഒരു എക്സ് ആണ്, ഇവിടെ ഒരു എക്സ് ആണ്, ഇവിടെ ഒരു എക്സ് ആണ് അല്ലേ. അപ്പോൾ 1 ഉണ്ട് ഇവിടെ, എക്സ് പ്ലസ് 2x, അപ്പൊ എത്ര എക്സ് ആയി? 3x പ്ലസ് 4x, അപ്പൊ എത്രയായി? 7x അല്ലേ. എക്സ് പ്ലസ് 2x 3x പ്ലസ് 4x എന്ന് പറഞ്ഞാൽ 7x. അപ്പൊ 7x എന്ന് പറയുന്നതാണ് ഇതിന്റെ ഉത്തരം. ചോദ്യം കൃത്യമായിട്ട് വായിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യം നിങ്ങൾ ചെയ്തു നോക്കണം. ഉത്തരം കൃത്യമായിട്ട് താഴത്ത് കമന്റ് ആയിട്ടൂടെ അറിയിക്കണം. ചോദ്യം എങ്ങനെയാണ്? ഒരു സംഖ്യയുടെ, നമുക്കറിയില്ല, ലെറ്റ് ഇറ്റ് ബി എക്സ്, അതിന്റെ 3 മടങ്ങിനോട്, ഓക്കെ, അതിനോട് ആ സംഖ്യയുടെ 4 മടങ്ങ് കൂട്ടിയാൽ കിട്ടുന്നത് ആ സംഖ്യയുടെ എത്ര മടങ്ങായിരിക്കും? നോക്കാം. ഇഫ് യു ആഡ് 4 times a number to 3 times the same number, how many times of that number do we get? ഇതിന്റെ ആൻസർ എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ട് താഴത്ത് കമന്റിലൂടെ അറിയിക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ഫുൾ ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിച്ച് ആനുവൽ എക്സാമിന് നിങ്ങളെ ഫുൾ സെറ്റാക്കി ഫുൾ മാർക്ക് കിട്ടാനായിട്ട് നിങ്ങളെ തയ്യാറാക്കുന്ന നമ്മുടെ ഓൺലൈൻ ബാച്ച് ആണ് എൻഡ് ഗെയിം ബാച്ച്, അവഞ്ചേഴ്സിന്റെ എൻഡ് ഗെയിം ബാച്ച്. അപ്പോൾ വേഗം തന്നെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് ഫസ്റ്റ് മുതലേ കൃത്യമായിട്ട് പഠിച്ച് സൂപ്പർ മാർക്ക് നേടാം.